അപ്പോ ഈ പുരാതന ആത്മീയ പരിശീലനങ്ങളില്ലേ, അതിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ള ചില സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈശ്വരന്റെ 1000 നാമങ്ങളുള്ള വളരെ പവിത്രമായ ഒരു ഗ്രന്ഥം. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞാൽ ആ 20 മിനിറ്റ് ജപം വെറുതെ പാഴായിപ്പോകും. അതൊരു ടേപ്പ് റെക്കോർഡർ പോലെ മാത്രമായി മാറും. ഈ ഒരു വാചകം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലേ? വെറുതെ യാന്ത്രികമായി വാക്കുകൾ ആവർത്തിച്ചാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ നഷ്ടപ്പെടും. അപ്പോ നമുക്ക് ഈ യാന്ത്രികമായ ജപത്തിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോകാം. എന്താണിതിന്റെ ശരിയായ രീതി? ഈ ഗ്രന്ഥം തന്നെ പറയുന്നുണ്ട്, യഥാർത്ഥ പരിശീലനം എന്ന് പറയുന്നത് വെറുതെ ചൊല്ലിത്തീർക്കലല്ല. അത് വളരെ സജീവവും നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതുമായ ഒരു പ്രക്രിയയാണ്. ശരി, ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. നമ്മൾ ജപിക്കുന്ന ആ പ്രക്രിയയില്ലേ, അതിനെ തന്ത്രം എന്ന് പറയാം. അതായത് അതൊരു ടെക്നിക്കാണ്. എന്നാൽ വിഷ്ണുവിന്റെ രൂപം, അതാണ് മന്ത്രം. ഇവ രണ്ടും ഒരുമിച്ചു ചേർന്നില്ലെങ്കിൽ ആ സർക്യൂട്ട് പൂർണ്ണമാകില്ല. ഒന്ന് മറ്റേതില്ലാതെ ഫലപ്രദമല്ല. അപ്പോ എന്താണ് ആ ശരിയായ രീതി? ഇവിടെയാണ് നമ്മൾ ദൃശ്യവൽക്കരണത്തിന്റെ കലയിലേക്ക് കടക്കുന്നത്. ഇത് വെറും സങ്കല്പമല്ല, ശ്രദ്ധയോടെ ചെയ്യുന്ന ഭാവനയുടെയും ധ്യാനത്തിന്റെയും വളരെ ശക്തമായ ഒരു പരിശീലനമാണ്. ശരി, നമുക്ക് ഈ ധ്യാന പരിശീലനത്തിന്റെ ഓരോ പടിയിലൂടെ ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, രൂപത്തിൽ ശ്രദ്ധിക്കുക. വിഷ്ണുവിന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ആ പൂർണ്ണരൂപം മനസ്സിൽ കാണുക. രണ്ടാമതായി, ആ രൂപത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സിംഹാസനം സങ്കൽപ്പിച്ച് ആ രൂപത്തെ അവിടെ ഇരുത്തുക. എന്നിട്ടോ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുക. ആ നോട്ടം നിങ്ങളുടെ മേൽ പതിക്കുന്നതായി സങ്കൽപ്പിച്ച് അതെത്ര നേരം പറ്റുമോ അത്രയും നേരം നിലനിർത്തുക. പിന്നെയോ ആ രൂപത്തിൽ നിന്നും നീലയും സ്വർണ്ണനിറവുമുള്ള പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയുന്നതായി കാണുക. അവസാനമായി ആ പ്രകാശം നിങ്ങളിൽ നിന്നും പുറത്തേക്ക് ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഈ ഒരു സങ്കല്പത്തെ കുറച്ചുകൂടി വ്യക്തമാക്കാൻ ഗ്രന്ഥത്തിൽ പറയുന്ന മനോഹരമായ ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങളുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ഒരു പെരുവിരലിന്റെ വലുപ്പത്തിൽ അവനെ ദർശിക്കുക. എന്തു ഭംഗിയുള്ള സങ്കല്പമാണല്ലേ! വലിയൊരാശയത്തെ എത്ര ലളിതവും ഓർക്കാൻ എളുപ്പമുള്ളതുമാക്കി മാറ്റുന്നു ഇത്. ശരി, ഇനി നമുക്ക് ഇതിന്റെ തത്വശാസ്ത്രപരമായ കാതലിലേക്ക് വരാം. കാരണം ഇവിടെ വെറും പരിശീലനം മാത്രമല്ല പ്രധാനം. ആ നാമങ്ങളുടെ എണ്ണത്തിനു പോലും, അതായത് 1000 എന്ന സംഖ്യയ്ക്കു പോലും വളരെ ആഴത്തിലുള്ള ഒരു പ്രതീകാത്മക അർത്ഥമുണ്ട്. സഹസ്രനാമം എന്നു പറഞ്ഞാൽ 1000 നാമങ്ങൾ എന്നാണ് അർത്ഥം. പക്ഷേ ഈ 1000 എന്ന സംഖ്യ ഉണ്ടല്ലോ, അതൊരു വെറും എണ്ണമല്ല, അതൊരു കോഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ എന്താണ് ഈ കോഡ്? സഹസ്രം എന്ന വാക്കിന്റെ തത്വശാസ്ത്രപരമായ അർത്ഥം ഇങ്ങനെയാണ്. അതിലെ 1 എന്ന സംഖ്യ ആ ഒരേയൊരു പരമമായ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ ആ 3 പൂജ്യങ്ങളോ, അവ അനുഭവത്തിന്റെ 3 ലോകങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് ദ്രവ്യം, ഊർജം, ബോധം. ഈ 3 ലോകങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന ആ ഏക യാഥാർത്ഥ്യം വളരെ ആഴമുള്ളൊരാശയമാണതല്ലേ? അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എത്തുന്ന നിഗമനം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ ഓരോ പേരും ഓരോ രൂപവും ആ ഈശ്വരന്റെ തന്നെ പേരും രൂപവുമാണ്. ആ 1000 നാമങ്ങൾ എന്നത് നമ്മുടെ ലോകത്തിൽ ഈശ്വരൻ സ്വീകരിക്കുന്ന അനന്തമായ രൂപങ്ങളുടെ ഒരു പ്രതീകം മാത്രമാണ്. ഇതൊരു തത്വശാസ്ത്രം മാത്രമായിട്ട് കണ്ടാൽ പോരാ. ഈയൊരു ഉൾക്കാഴ്ച നമ്മുടെ എല്ലാ ദിവസത്തെയും കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക ഉപകരണം കൂടിയാണ്. ലോകത്തെ തികച്ചും വ്യത്യസ്തമായി കാണാൻ ഇത് നമ്മളെ സഹായിക്കും. ഗ്രന്ഥത്തിൽ പറയുന്നതുപോലെ ലോകം തന്നെ വിഷ്ണു ആകുന്നു. ലോകത്തെ കാണുന്നത് വിഷ്ണുവിനെ കാണുന്നതിന് തുല്യമാണ്. ഇത് കാര്യങ്ങൾ എത്ര വ്യക്തമാക്കുന്നു അല്ലേ? ഈ പരിശീലനം ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളതല്ല, മറിച്ച് ഈ ലോകത്തിനുള്ളിൽ തന്നെയുള്ള പവിത്രതയെ കണ്ടെത്താനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു മാറ്റം പ്രായോഗികമായി എങ്ങനെയിരിക്കും? സാധാരണ കാഴ്ചപ്പാടില് നമ്മൾ വേർതിരിവുകളാണ് കാണുന്നത്. സുഹൃത്ത്, ശത്രു, നല്ലത്, ചീത്തത് എന്നിങ്ങനെ. എന്നാൽ ഈ ദൈവികമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഐക്യമാണ്. ഇഷ്ടവും വെറുപ്പുമൊക്കെ മാറി അവിടെ ഒരു സമചിത്തത വരും. ദേഷ്യത്തിനും നിരാശയ്ക്കും പകരം സമാധാനവും ധാരണയും ഉണ്ടാകും. എല്ലാറ്റിന്റെയും പിന്നിലുള്ള ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഓർക്കാൻ തുടങ്ങും. ഈ ആശയം വ്യക്തമാക്കാൻ വളരെ ശക്തമായൊരു ഉദാഹരണം തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഒരു നായകന്റെ പ്രതിമയും ഒരു വില്ലന്റെ പ്രതിമയും. രൂപത്തിൽ അവ രണ്ടും വളരെ വ്യത്യസ്തമാണല്ലേ? പക്ഷേ രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ സ്വർണം കൊണ്ടാണ്.
ഇതാണ് കാര്യം. പുറമേയുള്ള രൂപങ്ങൾക്കപ്പുറം എല്ലാത്തിന്റെയും അടിസ്ഥാനമായ ആ സത്തയെ കാണുക. അപ്പോ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ തത്വശാസ്ത്രത്തിന്റെ അവസാന നിഗമനത്തിലേക്കാണ്. ഈ പരിശീലനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മരണശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുക എന്നതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ ഇവിടെ ഇപ്പോൾ തന്നെ മാറ്റുക എന്നതാണ്. അതായത് വൈകുണ്ഠം അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നതിനെ ഇവിടെ പുനർനിർവചിക്കുകയാണ്. അതൊരു സ്ഥലമല്ല, മറിച്ച് ലോകത്തെ ദൈവികമായി കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയാണ്. അത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ സാധ്യമാകുന്ന ഒന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് എവിടെയാണോ ദൈവികതയിൽ ഉറച്ചു നിൽക്കുന്നത്, ആ സ്ഥലം സ്വർഗമായി മാറുന്നു. നമ്മുടെ മാനസികാവസ്ഥയാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് എന്ന വലിയൊരാശയമാണ് ഇത് ഊട്ടിയുറപ്പിക്കുന്നത്. അങ്ങനെയൊരു സ്വർഗീയമായ അവസ്ഥ സൃഷ്ടിക്കാനുള്ള താക്കോലാണ് ഈ പരിശീലനം. അപ്പോ ഇത്രയും പറഞ്ഞതിനെയെല്ലാം കൂടി സംഗ്രഹിക്കുന്ന, ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചോദ്യത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. സ്വർഗമെന്നത് നമ്മൾ പോകുന്നൊരു സ്ഥലമല്ല, മറിച്ച് നമ്മൾ കാണാൻ തിരഞ്ഞെടുക്കുന്നൊരു രീതിയാണെങ്കിലോ?